ഹലോ ഗൈസ്, അഗെയിൻ വെൽക്കം ബാക്ക് ടു ഫിറ്റ്ല. സോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സൈബർ സെക്യൂരിറ്റിയിൽ എന്താണ് സൈബർ ത്രെറ്റ്സ് എന്ന് പറയുന്നതാണ്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് സൈബർ ത്രെറ്റ്സ് എന്താണെന്നുള്ള കാര്യങ്ങൾ. നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ സൈബർ ത്രെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ കേസിൽ എന്താണ് ഒരു ത്രെറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്കൊരു വീടുണ്ട്. ആ വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്ന ആ ഒരു സറൗണ്ടിങ്, ഞാൻ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കള്ളന്മാർ കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എൻ്റെ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രെറ്റ് ഉണ്ട്. കാരണം എന്താണ്, കള്ളന്മാർ കൂടുതലായിട്ടുള്ള ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റിയിലേക്ക് വരുന്ന ഒരു സൈബർ ത്രെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സൈബർ ത്രെറ്റ് ഈസ് ആൻ ആക്ട് വിച്ച് ദ അഡ്വേഴ്സറി അറ്റംപ്റ്റ് ടു ഗെയിൻ അൺഓതറൈസ്ഡ് ആക്സസ് ടു ആൻ ഓർഗനൈസേഷൻ നെറ്റ്വർക്ക് ബൈ എക്സ്പ്ലോയിറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ പാത്ത്. ഇപ്പോൾ ഒരു കമ്പനി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ അഡ്വൈസറീസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വീടിന് എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ ശത്രുക്കൾ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കള്ളന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എൻ്റെ വീടിന് എതിരെ എന്താണ് ഒരു ശത്രുക്കൾ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. കാരണം അവർ വന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് പോലെ തന്നെ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇതുപോലെ ശത്രുക്കളുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് നമ്മുടെ കമ്പനിയിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വൈസറി കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ ഒരു അഡ്വൈസറി നമുക്കൊരു ത്രെറ്റാണ്. അതുപോലെ തന്നെ അഡ്വൈസറീസ് യൂസ് സൈബർ ത്രെറ്റ്സ് ടു ഇൻഫിൽട്രേറ്റ് ആൻഡ് സ്റ്റീൽ ഡാറ്റ സച്ച് ആസ് ആൻഡ് ഇൻഡിവിജ്വൽ പേഴ്സണൽ ഇൻഫർമേഷൻ, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, ലോഗിൻ ക്രെഡൻഷ്യൽ. ഈ ഒരു സൈബർ ത്രെറ്റ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വരാം. ഇപ്പോൾ ഒരു കള്ള എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കാം. എൻ്റെ വീട്ടിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാം, മോഷ്ടിച്ചുകൊണ്ട് പോകാം. അപ്പോൾ അത് പലതരം സാധനങ്ങളാവാം അല്ലേ. വിലപിടിപ്പ് വാല്യൂ കൊടുക്കുന്നത് എന്താണ്, നമ്മളതിന് വാല്യൂ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതനുസരിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എന്തായിരിക്കും, അവിടെയുള്ള ഇൻഡിവിജ്വൽസിൻ്റെ പേഴ്സണൽ ഡാറ്റ ആവാം, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആവാം, അതുപോലെ തന്നെ ആ കമ്പനിയുടെ ക്രെഡൻഷ്യൽ, ലോഗിൻ ക്രെഡൻഷ്യലും കാര്യങ്ങളും ആയിരിക്കാം. ഇതൊക്കെ ആ കമ്പനിന് എന്ത് ചെയ്യാണ്, ഇതുപോലെ അറ്റാക്കേഴ്സ് ഡാറ്റ ഇൻഫിൽട്രേഷൻ നടത്തുകയാണെന്നുണ്ടെന്നാണ് ആ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ത്രെറ്റ്സ് കൂടുകയാണ്. നിങ്ങളൊരു IT പ്രൊഫഷണലാണോ, അല്ലെങ്കിൽ മറ്റൊരു പ്രൊഫഷനിൽ നിന്നും കരിയർ സ്വിച്ച് ചെയ്ത് സൈബർ സെക്യൂരിറ്റി ഡൊമൈനിലേക്ക് വരാനോ പഠിക്കാനോ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഫിറ്റ്ല ടയർ 1 പ്രീമിയം പേഴ്സണൽ ട്രെയിനിംഗ് വഴി നിങ്ങൾക്കും സൈബർ സെക്യൂരിറ്റി പഠിക്കാം. 1-to-1 മെൻറ്റർഷിപ്പ്, അതായത് നിങ്ങളും ട്രെയിനറും മാത്രമേ ക്ലാസ്സിലുണ്ടാവൂ. അതും നിങ്ങളുടെ ആവശ്യാനുസരണം സിലബസ് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട്. കഴിഞ്ഞില്ല, എടുക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഞങ്ങളുടെ പോളിസി പ്രകാരം ഫുൾ എമൗണ്ട് റീഫണ്ടും. ഫോർ മോർ ഡീറ്റെയിൽസ് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ത്രെഡ്സും വെബിൻ്റെ സൈഡിൽ വരുന്ന വെബ് ആപ്ലിക്കേഷൻ ത്രെഡ്സ് ആണ്. ലൈക്ക് SQL ഇഞ്ചക്ഷൻ ആൻഡ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ്, എക്സ്പ്ലോയിറ്റ് കോഡിംഗ് ഫ്ലോസ്, ഇൻപുർ ഡാറ്റ സെക്യൂരിറ്റി ഇൻ വെബ് ആപ്സ്. വെബ് ആപ്ലിക്കേഷനിൽ ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, SQL ഇഞ്ചക്ഷൻ, അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റ് കോഡിംഗ് ഫ്ലോസ്. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു വെബ് ആപ്ലിക്കേഷൻ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെന്നുണ്ട്, അതിന് നമുക്ക് എന്ത് ചെയ്യാണ്, ഈ ഒരു അറ്റാക്കർ എന്ത് ചെയ്യാണ്, ഇതുപോലെ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള അറ്റാക്കും കാര്യങ്ങളും എന്ത് ചെയ്യുന്നത് വെബ് ആപ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ദേ ക്യാൻ സ്റ്റീൽ ക്രെഡൻഷ്യൽ, സെറ്റപ്പ് ഫിഷിംഗ് സൈറ്റ്സ്. നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ക്രെഡൻഷ്യൽ സ്റ്റീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഫിഷിംഗ് സൈറ്റ്സ് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സെൻസിറ്റീവ് ഡാറ്റ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസും അതുകൂടെ തന്നെ സെക്യൂരിറ്റിനെ എന്താണ് ത്രെറ്റൻ ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടായിട്ട് ആ വെബ്സൈറ്റിനെ നമുക്ക് മതിയായ സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ നമ്മുടെ സെക്യൂരിറ്റി ബ്രീച്ചായി. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കേണ്ടിയിരുന്ന ഒരു സർവീസ്, ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഒരു അഡ്വൈസർ ഏതെങ്കിലും അറ്റാക്കേഴ്സ് വന്നിട്ട് അത് അറ്റാക്ക് ചെയ്തിട്ടാണെന്നുണ്ട്, അവിടെ അതിൻ്റെ പെർഫോമൻസിനെ ബാധിക്കില്ലേ, ആ ഒരു ബിസിനസ് ഇൻട്രപ്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അത്തരം കാര്യങ്ങളാണ് വെബ് ആപ്ലിക്കേഷൻ ത്രെറ്റ്സിൽ വരുന്നത്. ദെൻ ഫിഷിംഗ്. ഇത്ര മാത്രമല്ല, വെബ് ആപ്ലിക്കേഷൻ ത്രെറ്റ്സിൻ്റെ ഒരു എക്സാമ്പിളും കാര്യങ്ങൾ പറഞ്ഞതാണ്. ഫിഷിംഗ് നമുക്കറിയാവുന്നത് പോലെ തന്നെ എന്താണ്, ഒരു ഫേക്ക് ഇമെയിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റോ കാര്യങ്ങളോ ഉണ്ടാക്കിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇമെയിൽ തന്നെ നമുക്ക് എന്ത് ഫിഷിംഗ് ഇമെയിൽ ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ എന്ത് ചെയ്യാണ്, നമുക്കിതുപോലെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഭാഗത്തുനിന്ന് പാസ്വേഡ് റിക്കവർ ചെയ്യാനുള്ള ഒരു മെയിൽ വരികയാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്, അതുപോലെയുള്ള ഇൻസ്റ്റാഗ്രാമിൻ്റെ പോലെ തന്നെ തോന്നിക്കുന്ന രീതിയിലാണ് ആ ഇമെയിലും കാര്യങ്ങളും വന്നിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുന്നത്, അറ്റാക്കേഴ്സ് യൂസ് ഡിസെപ്റ്റീവ് ലിങ്ക്സ് ആൻഡ് മിമിക് ട്രസ്റ്റഡ് സോഴ്സസ് ടു സ്റ്റീൽ ഡാറ്റ. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഡാറ്റാസും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കാര്യങ്ങളും ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇതുപോലുള്ള കാര്യങ്ങൾ വരാം. സോ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ലീഡിങ് ടു ഐഡൻറ്റിഫൈ തെഫ്റ്റ് ആൻഡ് ഫ്രോഡ്. നമുക്കറിയാം, നമുക്ക് നിലവിലുള്ള ഒരു അറ്റാക്കും കാര്യങ്ങളും തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് ആ ഒരു അക്കൗണ്ടിൽ അവർ തന്നെ എന്ത് ചെയ്യും, ഇതുപോലെ സ്റ്റോറി കിട്ടും, ഈ ബിറ്റ് കോയിൻ സ്കാം പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ചോദിക്കുന്ന നേരത്തെ നമ്മൾ അതിന് ഇൻഫെക്റ്റ് ആവുന്ന രീതിയിലാണ്. നമ്മൾ ഇൻഫെക്റ്റ് ആവുന്ന നമുക്കതിന് പറ്റിയിട്ട് ധാരണ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യും, ആ ഒരു അറ്റാക്കിന് ഇരയാവുന്നതാണ്. സോ അത്തരം കാര്യങ്ങളാണ് ഫിഷിങ്ങിൽ വരുന്നത്. ഫിഷിങ്ങിൽ ഇതുപോലെ എന്താണ്, ഒരു സൈബർ ത്രെറ്റായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ വരുന്നതാണ് ഇൻസൈഡർ ത്രെറ്റ്. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും, ഒരു കമ്പനിക്ക് അകത്തുള്ള ഒരാൾ എന്ത് ചെയ്യാണ്, പുറത്തുള്ളവർക്ക് വിവരം കൊടുക്കുന്നത്. ലൈക്ക് ക്യാഷ് കൊടുത്തിട്ടൊക്കെ ആയിരിക്കാം,
അല്ല ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇൻസൈഡർ ത്രെഡ്സിൽ വരാം. അപ്പോൾ അവർ എന്ത് ചെയ്യണം, കമ്പനിക്ക് അകത്തുള്ള ആൾക്കാർ അവർക്ക് ക്യാഷ് കൊടുക്കുന്ന നേരത്തെ അഡ്വൈസറിക്ക് അവരെന്താണ് ചോർത്തി കൊടുക്കുകയാണ്. ഇതുപോലെ ഇന്ന വീക്ക്നെസ് ഉണ്ട് നെറ്റ്വർക്കിൽ എന്ന് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. സോ ഇത്തരം കാര്യങ്ങൾ എന്തിൽ വരുന്നുണ്ട്, ഈ ഒരു ഇൻസൈഡർ ത്രെഡ്സിൽ വരുന്നുണ്ട്. പിന്നെ റാൻസം വെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നാളെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഫുൾ എൻക്രിപ്റ്റഡ് ആണ്. ഏതൊരു ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു നോട്ട് പാഡ് വന്നിട്ട് അതിനകത്ത് ബിറ്റ്കോയിനിൽ എന്ത് ചെയ്യണം, ബിറ്റ്കോയിനിൽ ഇത്ര പൈസ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ. റാൻസം വെയർ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് നിങ്ങളെ വീട് പൂട്ടിയിരിക്കുകയാണ്. പൂട്ടിയിരിക്കുക എന്ന് പറഞ്ഞാൽ ആ ലോക്ക് നിങ്ങൾക്ക് അത് തുറക്കാൻ പറ്റുന്നില്ല, നിങ്ങളിട്ട ലോക്കല്ല അതിന് വരുന്നത്. ആ ലോക്ക് തുറക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഇന്ന സ്ഥലത്ത് കുറച്ച് പൈസ കൊണ്ടുപോയിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കീ, ഈ ഒരു വീട് തുറക്കാനുള്ള കീ കിട്ടുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. അത് തന്നെയാണ് റാൻസം വെയർ എന്ന് പറയുന്നത്. സോ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, റാൻസം ചോദിക്കുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ വെബ്സൈറ്റ്, നമ്മുടെ കമ്പനിയുടെ അസറ്റ്സും കാര്യങ്ങളൊക്കെ ഇതുപോലെ എന്ത് ചെയ്യുന്നു, റാൻസം വെയറിന് ഇരയാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതും ഒരു സൈബർ ത്രെഡ്സ് ആണ്. റെഗുലർ ബാക്കപ്സ് ആൻഡ് റോബസ്റ്റ് സൈബർ സെക്യൂരിറ്റി ആർ ക്രിട്ടിക്കൽ ഡിഫൻസ്. അപ്പോൾ അവിടെ നമുക്കിതുപോലുള്ള സൈബർ ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള സൈബർ സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ റെഗുലറായിട്ട് ബാക്കപ്പ് എടുത്ത് വെക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ റാൻസം വെയറിൽ വരുന്നതാണ്. പിന്നെ വരുന്നതാണ് ബോട്ട്നെറ്റ്. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ എ ബോട്ട്നെറ്റ് ഈസ് എ നെറ്റ്വർക്ക് കോംപ്രമൈസ്ഡ് ഡിവൈസ് കൺട്രോൾ ബൈ ആൻ അറ്റാക്കേഴ്സ്. ഇത് കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു മോഡഡ് ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ പൈറേറ്റഡ് ആയിട്ടുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിലൊക്കെ ഈ ഒരു ബോട്ട്നെറ്റിന് ഇരയാവാനുള്ള, വിക്ടിം ആവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. സോ ഇവിടെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വിക്ടിംസ് കോംപ്രമൈസ് അയക്കുന്ന ഒരു നെറ്റ്വർക്കിന് എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഒരു കൺട്രോളർ ഉണ്ട്. ഒരു കൺട്രോളർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് അറ്റാക്കും കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് ഈ ഒരു ബോട്ട്നെറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് യൂസ്ഡ് ഫോർ അറ്റാക്ക് ലൈക്ക് ഡീഡോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും, സ്പാം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഡാറ്റ തെഫ്റ്റിന് വേണ്ടിയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യുന്നതാണ്. ദെൻ പ്രിവെൻറ്റിംഗ് ബോട്ട്നെറ്റ് റിക്വയർ അഡ്വാൻസ് സൈബർ സെക്യൂരിറ്റി ടൂൾസ് ടു ഡിറ്റക്ട് ആൻഡ് ബ്ലോക്ക് മലീഷ്യസ് ആക്ടിവിറ്റീസ് എഫക്റ്റീവ്ലി. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കിവിടെ സോക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധിവരെ സൈബർ ത്രെഡ്സിനെ നമുക്ക് ഈ ഒരു തരത്തിലുള്ള ബോട്ട്നെറ്റിനൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റോബസ്റ്റ് ആയിട്ടുള്ള സൈബർ സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റേഷനും കാര്യങ്ങളും കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ സൈബർ ത്രെഡ്സിനും എതിരായിട്ടുള്ളത്. ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്, ഇത് മാത്രമല്ല സൈബർ ത്രെഡ്സ് ആയിട്ടുള്ളത്, എങ്കിൽ കൂടെ ലേറ്റസ്റ്റ് ആയിട്ടില്ല എന്നല്ല, ഇതിലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സൈബർ ത്രെഡ്സ് ആണ് ഈ പറഞ്ഞേക്കുന്നതൊക്കെ. ഇത് മാത്രമല്ല സൈബർ ത്രെഡ്സ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഓൾ.